ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യം എങ്ങും ഹർ ഘർ തിരംഗ ആഘോഷിക്കുകയാണ്. ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി 5 ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയത്. കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ, വിദ്യാർത്ഥികളടക്കം നാനാവിഭാഗത്തിൽ നിന്നുമുള്ള ജനങ്ങൾ ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമാവുകയാണ്. ആസാദി കാ അമൃതോത്സവ് പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ രാജ്യത്തെ സകലമാന ജനങ്ങളും ഏറ്റെടുത്തു. രാജ്യത്തിന്റെ ദേശീയ പതാക ഓരോ പൗരന്റെയും അഭിമാനമാകുക എന്ന ലക്ഷ്യം കൈവരിച്ചു. വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർത്തി 5 ലക്ഷത്തിലധികം പേർ ഇതിനോടകം ഹർ ഘർ തിരംഗ ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ നേടി. ഈ മാസം 2 മുതൽ ആരംഭിച്ച ഡിജിറ്റൽ ക്യാമ്പയിൻ നാളെ അവസാനിക്കും. അതിനു മുമ്പായി ഓൺലൈൻ പ്രക്രിയയിലൂടെ ക്യാമ്പയിന്റെ ഭാഗമായി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഓപ്ഷണൽ ഇ കാർഡും ലഭിക്കാൻ നാളെ വരെ അവസരമുണ്ടാകും. ഇതിനായി ഹർ ഘർ തിരംഗയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ harghartiranga.com വഴി രജിസ്റ്റർ ചെയ്യണം. പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, ലൊക്കേഷൻ എന്നിവ നൽകിയാൽ വെർച്വൽ മാപ്പിൽ അവരവരുടെ പതാകകൾ പിൻ ചെയ്യാൻ സാധിക്കും. വീടുകളുടെ സമീപത്തെ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നോ ഖാദി ഭവനുകളിൽ നിന്നോ പതാകകൾ വാങ്ങാനാകും. ബാൽക്കണിയിലോ തുറന്ന സ്ഥലങ്ങളിലോ പതാക ഉയർത്തി അതിന്റെ ചിത്രം അപ്ലോഡ് ചെയ്യുന്ന പക്ഷം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ഹർ ഘർ തിരംഗ ഹാഷ്ടാഗോടെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ജനം, ഡൽഹി.